ഹായ് മക്കളെ, അങ്ങനെ നിങ്ങളുടെ +1 റിസൾട്ട് വന്നു അല്ലേ? നിങ്ങൾ ആദ്യം ചെയ്യുന്ന പരിപാടി വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ +1 റിസൾട്ട് ഒന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് തന്നെയാണത്. അപ്പോൾ നിങ്ങളങ്ങനെ +1 കഴിഞ്ഞ് +2ലേക്ക് എത്തി. ജൂൺ 3 സ്കൂൾ തുറക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് +2ൻ്റെ കണ്ടന്റ് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടാവും, ചിലർക്ക് അറിയുന്നവരുണ്ടാവും. അപ്പോൾ ചിലർ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയിട്ട് അവർക്ക് +2ൻ്റെ കണ്ടന്റിനെ കുറിച്ച് കറക്റ്റായിട്ട് ഐഡിയ ഉള്ളവരുണ്ടാവും, ഐഡിയ ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ അടുത്ത് കമൻറ്റ് ചെയ്യേണ്ടത് +2ലെ കണ്ടന്റ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ അല്ലെങ്കിൽ ഐഡിയ ഇല്ലേ, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ധാരണയുണ്ടോ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. കാരണം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. +1നെ അപേക്ഷിച്ച് +2 എന്ന് പറഞ്ഞാൽ വലിയൊരു മലയാണ്. അത് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ, നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ ഏത് സ്ട്രീം ആണെങ്കിലും +1ൻ്റെ 1-2 ഇരട്ടി അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് +2ൽ പഠിക്കാനുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ +1 ഹിസ്റ്ററിയിൽ വെറും 10 പാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ +2 ഹിസ്റ്ററിയിൽ 15 പാഠങ്ങളോളം പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരുപാട് അധികം കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ +2നേക്കാൾ കുറേ അധികം പഠിക്കാനുള്ള ഒരു വർഷമാണ് +2 എന്ന് പറയുന്നത്. സോ ഈ ഒരു വർഷം നിങ്ങൾ +1നേക്കാൾ കുറച്ചുകൂടി എഫേർട്ട് പഠനത്തിലേക്ക് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, +1 കുറേ എളുപ്പത്തിൽ പാസ്സായ പലർക്കും +2ൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു അവസ്ഥ വരരുത്. സോ +2യുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മുഴുവൻ അപ്ഡേറ്റും, അതായത് എക്സാം സമയത്ത് നമ്മൾ ലൈവുകൾ തരും, ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് വീഡിയോസ് തരും, നിങ്ങൾക്ക് സ്റ്റഡി അപ്ഡേറ്റ് തരും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ അപ്ഡേറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എജ്യൂപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന ചാനലിലൂടെയാണ്. സോ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു കാര്യം കൂടി, ഞാൻ ആദ്യമേ പറഞ്ഞു, +2 കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഏതായാലും നിങ്ങൾ കൊമേഴ്സിൽ ബിസിനസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, മാത്സ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയാലും ഈ ലാംഗ്വേജ് ആയാലും, ഇനി നിങ്ങൾ ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, ജോഗ്രഫി, ഇക്കണോമിക്സ് ഏത് സബ്ജക്റ്റ് ആയാലും +2 എന്ന് പറയുന്നത് വലിയൊരു മല തന്നെയാണ്. ആ മല നിങ്ങൾ കയറാൻ, അല്ലെങ്കിൽ ആ മല മുഴുവൻ കയറിയിട്ട് മുഴുവൻ മാർക്ക് എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ ആണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ, അത് നേടിത്തരാൻ നിങ്ങളുടെ കൂടെ എജ്യൂപോഡ് തന്നെയുണ്ട്. എജ്യൂപോഡിൻ്റെ പെയ്ഡ് ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് 9207998855 എന്ന നമ്പറിലേക്ക് ഒന്ന് മിസ് കോൾ അടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ലിസ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം. കാരണം നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ തരുന്ന പബ്ലിക് ലൈവുകളും റെക്കോർഡ് വീഡിയോസൊക്കെ എക്സാമിൻ്റെ സമയത്തായിരിക്കും കൂടുതലായിട്ട് നമ്മൾ തരാം. സോ അത് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് A+ കിട്ടും. പക്ഷേ ആ സമയം നിങ്ങൾ പഠിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ചിട്ടയായിട്ട് തുടക്കം മുതലേ പഠിച്ചു വരികയാണെങ്കിൽ +2ൽ ഫുൾ മാർക്ക് എന്നത് ഒരിക്കലും ഒരു സ്വപ്നമല്ല, അത് നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീസ് മാത്രമേ നമ്മൾ ഇതിന് ഈടാക്കുന്നുള്ളൂ. സോ അത് നിങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് വേറെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്നൊരു സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കുക. എജ്യൂപോഡിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് +2ന് ഫുൾ മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. അതൊരു ഫുൾ A+, എബോവ് 90% എല്ലാം വാങ്ങിയ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. സോ നിങ്ങളുടെ +2ലെ മാർക്ക് അനുസരിച്ചാണ് പിന്നെ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ +2 എന്നത് സെറ്റാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് നമ്മൾ +2ൽ എജ്യൂപോഡിൻ്റെ കൂടെ നിന്ന് പഠിക്കുക എന്നുള്ള കാര്യം പറയുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്കത് വേണ്ട, എനിക്ക് എൻ്റെ കയ്യിൽ പണമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം സമയത്തും ആ സമയത്തൊക്കെ യൂട്യൂബ് ലൈവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. സോ അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ഡെയിലി 2-3 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. എന്തായാലും നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ്. അതിനെയാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഫുൾ മാർക്ക് എന്ന ലക്ഷ്യം നിങ്ങൾ പൂർത്തീകരിക്കാൻ എജ്യൂപോഡിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ +2യുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അപ്ഡേറ്റും നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. എജ്യൂപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. നിങ്ങൾക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലിലൂടെയാണ്. അപ്പോൾ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ലിങ്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇപ്പം സ്കൂൾ തുറക്കുക, ജൂൺ 3 സ്കൂൾ തുറക്കുകയാണല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവരോടൊക്കെ നിങ്ങൾ പറയുക +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് മാത്രമായിട്ട് ഉള്ള ഒരു എക്സ്ക്ലൂസീവ് ചാനലാണിത്. സോ ചാനൽ ലിങ്ക് നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ചാനലിലേക്ക് വരാൻ പറയുക. സോ +2 എന്ന ആ ഒരു വലിയ മല കയറിയിട്ട് ഫുൾ മാർക്ക് നേടാൻ എജ്യൂപോഡ് നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും അതിനായിട്ട് നിങ്ങളുടെ കൂടെ പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. നമ്മുടെ യാത്ര ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാവുക. എല്ലാ വർഷത്തെയും പോലെ നിങ്ങളെ കൂടെ നമ്മൾ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാതിരിക്കും. ബൈ.